നമ്മൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്താണ് നോക്കുന്നത്. എൻഹാൻസ്മെൻറ്റ് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആക്കുക, മെച്ചപ്പെടുത്താനാണ്. അതിനുള്ള അപ്രോച്ചസ് എന്താണ്, വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. അതിന് ആദ്യം നമ്മൾ നോക്കുന്നത് ഈ സ്പാഷ്യൽ ഡൊമെയിൻ ഇമേജ് എൻഹാൻസ്മെൻ്റ് ആണ്. അതിൽ പോയിൻ്റ് പ്രോസസ്സിംഗ് ഉണ്ട്, മാസ്ക് പ്രോസസ്സിംഗ് ഉണ്ട്. കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഇമേജ് എൻഹാൻസ്മെൻറ്റ് കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അതും കൂടുതൽ സൂട്ടബിളായിട്ട് ഇരിക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓരോ ആപ്ലിക്കേഷനിൽ ഇമേജിന് ഇപ്പോൾ ആക്ച്വലിയുള്ള ഇമേജിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സൗകര്യം ഉള്ളതായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ചിത്രങ്ങൾ കാണിച്ചിട്ടില്ലേ, കോൺട്രാസ്റ്റ് അത് മാറ്റം വരുത്തിയിട്ടുള്ളത്, പിന്നെ സ്മൂത്തൻ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഫോട്ടോ, മൂന്നാമത്തെ ഫോട്ടോ നോയ്സ് റിമൂവൽ, കുറച്ചുകൂടി വ്യക്തതയുള്ള പിക്ചറുകൾ ആയിട്ടാണ് കാണുന്നത് അല്ലേ, എല്ലാം ഷാർപ്പനിങ് ചെയ്തിട്ടുള്ള പിക്ചറുകൾ. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ട് തരം ഇമേജ് എൻഹാൻസ്മെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. സ്പാഷ്യൽ ഡൊമെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമേജ് പ്ലെയിനിൽ നിന്ന് തന്നെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് മാനിപ്പുലേഷൻ ആയിരിക്കും. ഇമേജിലെ പിക്സലുകൾ ഡയറക്റ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള എൻഹാൻസ്മെൻറ്റാണ് അപ്രോച്ചാണ് സ്പാഷ്യൽ ഡൊമെയിൻ അപ്രോച്ച് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഡൊമെയിൻ അപ്രോച്ചാണ്. അതായത് ഫ്രീക്വൻസി ഡൊമെയിൻ അപ്രോച്ച് നമുക്ക് ഓൾറെഡി ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഇമേജസിനെ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഫ്രീക്വൻസി ഡൊമെയിൻ അപ്രോച്ച് ഫോർ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇമേജ് എൻഹാൻസ്മെൻറ്റിൽ സ്പാഷ്യൽ ഡൊമെയിനിൽ നമ്മൾ പഠിച്ചായിരുന്നു എങ്ങനെയാണ് ഇമേജ് പ്ലെയിൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ടി എന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്. എഫ് എന്ന് പറയുന്നത് അതിനൊരു നെയ്ബർഹുഡ് ഉണ്ടായിരിക്കും. എക്സ് വൈ ഇൻപുട്ടായിരിക്കും. എക്സ് വൈ ആണ് അതിൻ്റെ അറേസ്, അത് ഇൻപുട്ട് ഇമേജ് ആണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പ്രോസസ്ഡ് ഇമേജ് ആക്കുമ്പോൾ അത് എഫ് എന്നുള്ളത് ജി ആവും. വാല്യൂസ് നേരെ കൺവേർട്ട് ആയിട്ട് എക്സ് കോമ വൈ എന്നുള്ള രീതിയിലാണ് നമ്മളിതിന് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുന്നത് നമ്മൾക്ക് മുന്നത്തെ സ്ലൈഡുകളിൽ മുന്നത്തെ സെക്ഷനുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒറിജിൻ പിക്ചറിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന പിക്സൽ വാല്യൂസ് ആണ് കേട്ടോ. അത് എഫിൽ X0 Y0 ഉണ്ടെന്നൊക്കെ, അതൊരു പോയിൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മളതിന് പോയിൻ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. എന്നിട്ട് ആ ഒരു പോയിൻറ്റിൻ്റെ 3x3 നെയ്ബർഹുഡാണ് അത് ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ നെയ്ബർഹുഡ് ഉപയോഗിക്കുന്ന മാസ്ക് പ്രോസസ്സിങ്ങിനും ഫിൽറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മാസ്ക് പ്രോസസ്സിങ് ഉപയോഗിക്കുന്നത്. പോയിൻറ്റ് പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പോയിൻ്റാണ് പ്രോസസ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. അത് അടുത്ത സ്ലൈഡിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൽ പോയിൻറ്റ് പ്രോസസ്സിങ്ങിൽ ഈ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ, ഒരു സിംഗിൾ പിക്സലിൻ്റെ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷനാണ് നോക്കുന്നത്. അത് ആ പിക്ചർ നോക്കുക കേട്ടോ. ആ പിക്ചറിൽ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷനാണ് കൂടുതലും ട്രാൻസ്ഫോർമേഷനാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഗ്രാഫ് നോക്കുക. ഇൻപുട്ടിൽ ഒറ്റ പോയിൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് അത് ഔട്ട്പുട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഒറ്റ പോയിൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ പോയിൻറ്റ്സാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, പ്രോസസ്സ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അത് 1-to-1 മാപ്പിംഗ് ആയിരിക്കും നടക്കുന്നത്. ഓരോ പിക്സലുകളും 1-to-1 മാപ്പിംഗ് ആണ് നടക്കുന്നത്. നെയ്ബർഹുഡിൻ്റെ സൈസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ. അതായത് 3x3 നെയ്ബർഹുഡ് ആയിരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫോർമുല T ബ്രാക്കറ്റിൽ R എന്നാണ്. ഈ R എന്ന് പറയുന്നത് അത് ആ ഒരു ഇൻപുട്ട് ഇമേജിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ലൊക്കേഷൻ ഇൻറ്റൻസിറ്റിയാണ് R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇമേജിൽ ട്രാൻസ്ഫോംഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൊക്കേഷനാണ് എസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്, ഇൻപുട്ട് ഇമേജിൻ്റെ ഔട്ട്പുട്ട് ഇമേജിൻ്റെ ഡിഫറൻസ്. മാസ്ക് പ്രോസസ്സിംഗ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് കൂടി പരിഗണിച്ചിട്ടാണ് ഇതിൻ്റെ കൺവേർഷൻ നടക്കുന്നത്, പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയുക ലാർജ് നെയ്ബേഴ്സ് ആണെങ്കിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഉദാഹരണം പറഞ്ഞാൽ ഫിൽറ്ററുകൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻപുട്ടിൽ X, Y നോക്കുക. എന്നിട്ട് അതിൻ്റെ നൈബേഴ്സിൻ്റെ 3x3 നൈബേഴ്സ്, എന്നിട്ട് അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് G X, Y ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പോയിൻറ്റ് പ്രോസസ്സിംഗിൽ എങ്ങനെയായിരുന്നു, ഒരൊറ്റ പിക്സൽ തന്നെ നേരെ അപ്പുറത്തേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്ക് ചെയ്യുമ്പോൾ കോഫിഷ്യൻറ്റ് ആണ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കൺവേർട്ട് ചെയ്യാനാകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫോർമുല കോഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇമേജ് ഷാർപ്പനിങ്ങിനും സ്മൂത്തനിങ്ങിനും നോയ്സ് ക്യാൻസലേഷനൊക്കെ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. ഇമേജ് എൻഹാൻസ്മെൻറ്റ് അപ്രോച്ചസ് 2 മെയിൻ അപ്രോച്ചസ് പഠിച്ചു. സ്പാഷ്യലും പോയിൻറ്റ് പ്രോസസ്സിങ്ങും. പിന്നെ ഈ മാസ്ക് പ്രോസസ്സിങ് ഫിൽറ്ററിംഗ് ഒക്കെ എന്തിനാണെന്നും നമ്മൾ പഠിച്ചു.